പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്. മക്കക്കാരാവേശത്തോടെ പറഞ്ഞു, നീ അങ്ങനൊരു വാക്ക് പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കുന്നതാണ്. അപ്പോഴാണ് റസൂലുള്ള പറഞ്ഞത്, മക്കക്കാരേ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, ലാത്തയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, മനാത്തയിൽ നിന്ന് മാറി നിൽക്കണം, തെമ്മാടിത്തത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. ഈ ഒരു വാക്കങ്ങ് പറഞ്ഞപ്പോഴേക്ക് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. ചക്കര എന്ന് ചിരിച്ചിട്ട് പറഞ്ഞ മുഖത്ത് ചക്കര വീണ മാതിരിയായി. നിങ്ങൾ ആലോചിച്ച് നോക്കിയ, പൊന്നുമോനേന്ന് പറഞ്ഞ മുഖം വിളറിപ്പോയി. എന്റെ കുട്ടീന്ന് പറഞ്ഞ് പൊന്നാര പഞ്ചാര കട്ടേന്ന് പറഞ്ഞ ആളുകൾ അവരുടെയൊക്കെ മനസ്സിൽ, അവരുടെ മുഖത്തൊക്കെ വിവർണമായി. എന്താ കാരണം? മുഹമ്മദ് ഞങ്ങളുടെ അടിസ്ഥാന തത്വത്തെയാണ് ഇവിടെ അധിക്ഷേപിക്കുന്നത്. ലാത്ത എവിടെയാണെന്നോ പറഞ്ഞിട്ട് ഓന്റെ എന്താ നമ്മുടെ ഭാഷയിൽ അധിക പ്രസംഗം പറയാണോ എന്ന് ചോദിച്ചു. കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു എളാപ്പയായ അബൂലഹബ് ലഅനത്തുല്ലാഹി അലൈഹി. ഉടൻ തന്നെ അബൂലഹബ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, തബ്ബൻ ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശമുണ്ടാവട്ടെ, മുഹമ്മദേ നിനക്ക് നാശമുണ്ടാവട്ടെ എന്ന് ഒരു വട്ടം മാത്രമാണ് പറഞ്ഞത്. അബൂലഹബ് അല്ലാഹ് വിട്ടോ? ഇല്ല. എന്റെ ഹബീബിന് നാശമുണ്ടാവട്ടെ എന്ന് പറയാൻ മാത്രം ഇവൻ ആര്? ഉടൻ തന്നെ അവതരിച്ചു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹത്ബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഇതെന്താണ് പറയുന്നത്? വിശുദ്ധ ഖുർആനിന്റെ ചരിത്രത്തിൽ ഒരേ ഒരു പേരിനെ മാത്രമേ ശക്തമായി അധിക്ഷേപം നടത്തിയിട്ടുള്ളൂ. അത് ആരുടെ പേരാണ്? അബൂലഹബിനെ പറ്റിയാണ് ഇത്രത്തോളം ആക്ഷേപം പറഞ്ഞത്. അല്ലാഹ് പറഞ്ഞു, നീ എന്തുവാടോ വിചാരിച്ചത്? എന്റെ ഹബീബ് നശിച്ചു പോവട്ടെ എന്നോ? ഇല്ല, നശിക്കാൻ പോകുന്നത് നീയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, നശിച്ചു പോവട്ടെ എന്നാ പറഞ്ഞത്. പല വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട്. ഒരു വട്ടമല്ല, തബ്ബത് യദാ. വളരെ സുന്ദരമായ പ്രയോഗമാണ് ഖുർആൻ നടത്തിയത്. യദ് എന്ന് പറഞ്ഞാൽ കൈ. കൈ എന്നുള്ളത് കോൺഗ്രസിന്റെ ചിഹ്നമല്ല ഞാൻ പറഞ്ഞത്. യദ് എന്ന് പറഞ്ഞാൽ കരുത്തിന്റെ പ്രതീകമാണ്. അത് സിമ്പിള് എന്തിന്റെ? നമ്മളെ ധൈര്യത്തിന്റെ, ശജാഅത്തിന്റെ പ്രതീകമാണ് കൈ. അബൂലഹബിന്റെ ശജാഅത്ത് ചോർന്നു പോവട്ടെ, അബൂലഹബ് നശിച്ചു പോവട്ടെ, വതബ്ബ് അവൻ നശിച്ചു മുടിയട്ടെ എന്ന് ഖാലല്ലാഹു അസ്സ വജൽ. തീർന്നോ? എന്താ അബൂലഹബ് ചെയ്ത തെറ്റ്? എന്റെ ഹബീബിനെ പറ്റി അധിക്ഷേപം പറഞ്ഞു. അള്ളാഹ്ക്ക് സഹിക്കൂല, മുത്തുനബിയെ പറ്റി പറഞ്ഞാ സഹിക്കൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിർത്തിയോ? ഇല്ല, അവിടെ അവസാനിപ്പിച്ചില്ല. അല്ലാഹ് പറയാണ്, മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അബൂലഹബേ, അവന്റെ സമ്പത്ത് അവന് ഉപകരിക്കൂല, അവന്റെ മക്കളും അവന് ഉപകരിക്കൂല. എന്റെ ഹബീബിനെ ചീത്ത പറഞ്ഞതിന്റെ പേരിൽ ചരിത്രം പറയുകയാണ്, അബൂലഹബിന്റെ മക്കളും നശിച്ചുപോയി, അബൂലഹബിന്റെ ഭാര്യയും നശിച്ചുപോയി. ഒരു മകൻ മരിച്ച രംഗം മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുന്ന് വിശദീകരിക്കുന്നത് കാണാം. ഈ മകൻ പേടിച്ച് ഈ ആയത്തിറങ്ങിയപ്പോ ഇവർക്കും പേടി തോന്നി. മുഹമ്മദ് കള്ളം പറയില്ല, മുഹമ്മദിന്റെ ഖുർആൻ നുണ പറയില്ല, ഞങ്ങളെ പറ്റി തന്നെയാണ് പറഞ്ഞത്, കുടുങ്ങുന്ന് വിചാരിച്ച് വലിയ സെക്യൂരിറ്റി ആയിട്ട് നടന്നു, ഒരുപാട് സെക്യൂരിറ്റി ആയിട്ട് നടന്നു. എന്തിന്? കൊല ചെയ്യപ്പെടുമോ എന്ന് ഭയത്താൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാ മരിച്ചത് മകൻ മരിച്ചത് സ്വന്തം ഒട്ടകം തന്നെ കുത്തി കൊലപ്പെടുത്തി. സെക്യൂരിറ്റി ആയിട്ട് പോയ ഒട്ടകാണ് കുത്തി കൊലപ്പെടുത്തിയത്. അബൂലഹബ് മരിച്ച് ചീഞ്ഞു നാറി, ശവശരീരം തിരിഞ്ഞു നോക്കിയില്ല, മക്കള് പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നാ പറഞ്ഞു. എന്താ കാരണം? റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചതിന്റെ പേരിൽ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പറഞ്ഞ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്
അബൂലഹബിന്റെ അന്ത്യവും സമാനമാണ്. അബൂലഹബിന്റെ ഭാര്യയുടെ അന്ത്യവും സമാനമാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ അധിക്ഷേപിച്ചു പറഞ്ഞാൽ, റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞാൽ ആദ്യമായി പ്രതിവചനം നടത്തുന്നത് അല്ലാഹുവാണ്. ഇനിയും നിങ്ങൾ നോക്കൂ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹി കൊണ്ടുവരാൻ ചില വൈകലുകൾ നടത്തിയപ്പോൾ, വഹി വരാൻ അല്പം വൈകിയപ്പോൾ മക്കയിലെ ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു നടന്നു, ഞാൻ നിങ്ങളോട് പറയുന്ന മാറ്റർ അള്ളാന്റെ ഹബീബിന്റെ മദ്ഹ് പറയുന്നത്, അള്ളാന്റെ ഹബീബിനോട് മഹബത്ത് വെക്കുന്നത്, അള്ളാന്റെ ഹബീബിനെ ഇഷ്ടം കൂടുന്നത്, അള്ളാന്റെ ഹബീബിനോട് പ്രണയം സ്വീകരിക്കുന്നത് നമ്മളെക്കാൾ മുമ്പ് ജഗനിയന്താവായ അള്ളാഹുവാണ്. അള്ളാഹു സ്നേഹിച്ച രംഗങ്ങളാണ് പറയുന്നത്. നമ്മളൊക്കെ അത് ശരിക്കും ഉൾക്കൊള്ളേണ്ടതാണ്. മക്കയിൽ നിന്ന് ചില ആളുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായി വരാൻ അല്പം വൈകിയപ്പോൾ മക്കക്കാരിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു നടന്നു, ഇനി മുഹമ്മദിനെ സ്വീകരിക്കാൻ റബ്ബുണ്ടാവൂല, മുഹമ്മദിന്റെ ശൈത്വാൻ അവസാനിച്ചു പോയി, ഇനി മുഹമ്മദ് ജിബ്രീലുണ്ടെന്ന് പറയൂല, ഇനി മുഹമ്മദ് വഹിയുണ്ടെന്ന് പറയൂല, ഇനി മുഹമ്മദ് അള്ളയുണ്ടെന്ന് പറയൂല. ഇപ്പൊ വഹി എന്ന് പറഞ്ഞ പിരാന്തൊക്കെ മാറിക്കഴിഞ്ഞു. ഇനി മുഹമ്മദിന് എണ്ണപ്പെട്ട ദിനങ്ങൾ മാത്രമാണ്. എന്തിനധികം പറയണം, അള്ളാന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വന്നിട്ട് ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ ഖദ് തറകക ശൈത്വാനുക്, നിന്റെ ശൈത്വാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട്, ഇനി നിന്റെ ശൈത്താൻ നിന്റെ കൂടെ വരൂല. ഈ വാക്ക് കേട്ടപ്പോ റസൂലുള്ളാഹിക്ക് ചെറിയ സങ്കടം വന്നു, അവിടത്തേക്ക് ചെറിയ വിഷമം വന്നു. കാരണം എന്താണ്? ആളുകൾ പറയുമ്പോ അത്ര സങ്കടമില്ല, ഒരു പെണ്ണ് വന്നിട്ട് പറയുമ്പോ വല്ലാത്ത വേദനയാണ്. സാധാരണ പെണ്ണുങ്ങളൊക്കെ ഒതുങ്ങിക്കൂടേണ്ടവരാണ്. ആ പെണ്ണ് വന്നിട്ട് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞപ്പോൾ അള്ളാന്റെ ഹബീബിന് ചെറിയ സങ്കടം വന്നു, ചെറിയ ടെൻഷന് വന്നു, അള്ളാന്റെ ഹബീബിന് ചെറിയ ബേജാറ് വന്നു. എന്താ കാരണം? ഒരു പെണ്ണ് വന്നിട്ടാണ് പറഞ്ഞത്, മുഹമ്മദേ ഖദ് തറകക ശൈത്വാനുക്, നിന്റെ ശൈത്താൻ നിന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, നിന്റെ ശൈത്താൻ നിന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അള്ളാന്റെ ഹബീബിന് വേദനയുണ്ടെന്ന് സന്ദർഭം, അള്ളാന്റെ ഹബീബിന് ചെറിയ സങ്കടം വന്നു എന്നറിഞ്ഞയുടനെ ആ മുത്തുനബിയെ വേദനിപ്പിക്കരുതെന്ന് ആലോചിക്കുന്ന പടച്ചറബ് ഉടൻ തന്നെ ജിബ്രീലിനെ അയക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത്, വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ. ആരെയാണ് നിങ്ങൾ അധിക്ഷേപം നടത്തുന്നത്? ആർക്കെതിരെയാണ് നിങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? ആരെയാണ് നിങ്ങൾ സങ്കടപ്പെടുത്തുന്നത്? ആരോടാണ് നിങ്ങൾ ഇല്ലാത്തത് സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയുകയാണ്, വല്ലുഹാ വല്ലൈലി ഇദാ സജാ, ളുഹാ സമയത്തെ തന്നെയാണ് സത്യം, വല്ലൈലി ഇദാ സജാ, ഇരുൾ മുറ്റിയ രാത്രി തന്നെയാണ് സത്യം, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, ഇല്ല നബിയേ, അങ്ങയെ ഞാൻ ഉപേക്ഷിക്കൂല നബിയേ, അങ്ങയെ മാറ്റി നിർത്തൂല നബിയേ. ഏത് പെണ്ണ് വന്നാലും ശരി നബിയേ, ആര് ആരോപണം നടത്തിയാലും ശരി, എത്ര പ്രത്യാപരോപണങ്ങൾ ഉണ്ടായാലും ശരി, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അങ്ങയെ റബ്ബ് ഒഴിവാക്കൂല നബിയേ. സയ്യിദുൽ വറാ മുഹമ്മദ്
മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തിന്റെ പേര് തന്നെ സൂറത്തു തസ്ലിയ എന്ന് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. മനസ്സിന് ആശ്വാസം കിട്ടുന്ന സൂറത്താണ് സൂറത്തുൽ ദുഹാ. ടെൻഷന് വരുമ്പോ ഓതാൻ പറ്റിയ സൂറത്താണ് ഈ സൂറത്തിന്റെ പേര് തന്നെ ആശ്വാസത്തിന്റെ സൂറത്ത്, സൂറത്തു തസ്ലിയ. ടെൻഷന് വരുമ്പോ ഓതാൻ പറ്റിയ സൂറത്താണിത്. എന്തേ കാരണം? ഹബീബിന്റെ ടെൻഷൻ അകറ്റിയ സൂറത്താണ്, റസൂലുള്ളാന്റെ സങ്കടം തീർത്ത സൂറത്താണ്, റസൂലുള്ളാന്റെ വേദനക്ക് പരിഹാരം നൽകിയ സൂറത്താണ് സൂറത്തുൽ ദുഹാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, സൂറത്തുൽ ദുഹാ കൂടുതൽ ആളുകൾ ഇങ്ങനെ ഓതും അല്ലേ? നിസ്കാരത്തിൽ ആൾക്കാർക്ക് ഓതാൻ താല്പര്യം സൂറത്തുൽ ദുഹയായിരിക്കും. ഒരു ഫ്രീ ഉള്ള സമയത്തൊക്കെ ഓതാൻ ആ സൂറത്തിനോട് തന്നെ പൊതുസമൂഹത്തിന് ജനങ്ങൾക്ക് ഒരു പ്രത്യേക പ്രിയമാണ്. എന്തുകൊണ്ട്? ഇത് ഹബീബിനെ സമാധാനിപ്പിച്ച സൂറത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയാണ് വല്ലുഹാ. അവിടെ അനവധി കാര്യങ്ങൾ പറയാനുണ്ട്. വല്ലുഹാ, ലുഹാ സമയത്ത് തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, ഇരുൾ മുറ്റുന്ന ശാന്തമായ രാത്രി തന്നെയാണ് സത്യം. ഖുർആനൊക്കെ വലിയ ബന്ധങ്ങളാണ് തമ്മിലുള്ളത്. ഫസ്റ്റ് തന്നെ വന്നിട്ട് വല്ലുഹാ എന്ന് ജിബ്രീൽ പറയുമ്പോൾ തന്നെ റസൂലുള്ളാഹിക്ക് സമാധാനം കിട്ടി. എന്തുകൊണ്ട്? ഈ ലുഹാ സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. പണ്ട് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദ് തീ കുണ്ടാരത്തിൽ എറിഞ്ഞപ്പോ ഇബ്രാഹിം നബിക്ക് തീ കുണ്ടാരത്തിൽ നിന്ന് തണുപ്പ് കിട്ടിയത് ളുഹാ സമയത്താണ്. ആദരണീയരായ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ് ഈ ളുഹാ സമയത്തിന്റെ സ്പെഷ്യാലിറ്റി. ളുഹാ എന്ന് കേൾക്കുമ്പോഴേക്ക് റസൂലുള്ളാഹിക്ക് ഹാപ്പി വരാൻ കാരണം എന്താ? ളുഹാ എന്ന് കേൾക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് അറിയാം ഒരുപാട് മുൻഗാമികളായ അമ്പിയാക്കൾക്ക് ടെൻഷന് വന്നപ്പോ ആശ്വാസം കിട്ടിയത് ളുഹാ സമയത്താണ്. അപ്പൊ എന്നോട് ജിബ്രീൽ ളുഹാ എന്ന് പറയാൻ കാരണം എന്തോ ഒരു ഹാപ്പി ന്യൂസ് പറയാനാണ്, അതുകൊണ്ട് എനിക്ക് സന്തോഷം കിട്ടുന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ശത്രുവായ ഫിർഔനിനെ കടലിൽ മുക്കിക്കൊന്നത് ളുഹാ സമയത്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ മുൻകഴിഞ്ഞ അമ്പിയാക്കൾക്ക് ശത്രുക്കളിൽ നിന്നും കംഫർട്ട് കിട്ടിയ സമയം അത് ളുഹാ സമയത്താണ്. മാത്രമല്ല ളുഹാ സമയം എന്ന് പറയുമ്പോൾ ഒരു ആശ്വാസത്തിന്റെ സമയമാണ്. എന്തുകൊണ്ട്? എല്ലാവരും ഇങ്ങനെ ജോലിയിൽ തുടക്കത്തിൽ ഇങ്ങനെ പ്രവേശിച്ച്, നിങ്ങൾ കണ്ടിട്ടില്ല സ്കൂൾ പോകുന്ന കുട്ടികൾ രാവിലെ ഫ്രഷായി മുടിയൊക്കെ ചീകി എണ്ണയിട്ട് ഫസ്റ്റത്തെ പീരീഡ് ആരും ഉറങ്ങോ ഇല്ല. രണ്ടാമത്തെ പീരീഡ് മൂന്നാമത്തെ പീരീഡ് ഒക്കെ ഉറങ്ങുള്ളൂ. ആദ്യം ഒരു ആശ്വാസമായിരിക്കും ജോലിയിൽ. ഫസ്റ്റത്തെ രാവിലെ തന്നെ ഒരു ഡോക്ടർ പേഷ്യന്റിനോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ ബാക്കിയുള്ളവർ ഹാപ്പി പോവും. എന്തുകൊണ്ടത്? ഫസ്റ്റ് ആ സമയം തുടക്ക സമയം റാഹത്താണ്, റാഹത്തിന്റെ സമയമാണ്, ഇസ്തിറാഹത്തിന്റെ സമയമാണ് ളുഹാ സമയം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹ് പറഞ്ഞത് വല്ലുഹാ, ളുഹാ സമയത്ത് തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ. ഞാൻ ഈ സൂറത്ത് വിശാലമായി ഇവിടെ വിസ്തരിച്ചു പറയുന്നില്ല. അള്ളാന്റെ ഹബീബിനോട് അല്ല കാണിക്കുന്ന ഇഷ്ടമാണ് പറഞ്ഞത്. മുത്തുനബിയേ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അങ്ങയുടെ റബ്ബ് ഒഴിവാക്കൂല നബിയേ, അങ്ങയുടെ റബ്ബ് മാറ്റിവെക്കൂല നബിയേ. ഏത് പെണ്ണാണ് പറഞ്ഞത് നബിയേ? തങ്ങൾ എന്തിനാണ് ഖിന്നനാകുന്നത് നബിയേ? തങ്ങൾ എന്തിനാണ് സങ്കടത്തിലാകുന്നത് നബിയേ? ടെൻഷന് വേണ്ട നബിയേ, സങ്കടം വേണ്ട നബിയേ, ഒരു വൈഷമ്യവും വേണ്ട നബിയേ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ ഖാല അല്ലാഹു അസ്സ വജൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണം. നിങ്ങളെ വീട്ടിലെ ഒരു 4 വയസ്സുള്ള കുട്ടി, ആ കുട്ടി നല്ല കുരുത്തക്കടാക്കി
കുട്ടികളുടെ പണി തന്നെ എന്താ? ബുൾഡോസറിന് കരയും, ബുൾഡോസർ കൊണ്ടുവന്ന് കൊടുത്താൽ പിന്നെ ഇവൻ ബുൾഡോസറിന്റെ പണിയെടുക്കുക. അത് വേഗം കിളച്ച് മറിച്ച് എരപ്പാക്കിയിട്ട് വിടും. സ്വാഭാവികമായിട്ട് വീട്ടിലൊക്കെ ഉണ്ടാവുന്നതാണല്ലോ. അപ്പൊ ഇപ്പൊ ഒരു 500 രൂപ കൊടുത്തിട്ട് ഒരു കളിക്കുന്ന ഒരു ടോയ്സ് കൊണ്ടുവന്ന് കുട്ടിക്ക് കൊടുത്താൽ ആ കുട്ടി ഇങ്ങനെ അത് എരപ്പാക്കിയാൽ അപ്പ ഉപ്പാക്കൊരു ദേഷ്യം ഉണ്ടാവും. ബിക്കിനാസി പിടിച്ചത് എന്നൊക്കെ പറയും നമ്മളെ നാട്ടിൽ. ഇവിടെ എന്താ പറയാ? ഇവിടെ ഇപ്പൊ എന്താ പറയാ? ഇവിടെ വേറെ പലതാ പറയാ. ബിക്കിനാസി പിടിച്ചത്, ഹംക്ക്, ബഡ്കൂസ് എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. ഓനോട് നല്ലോണം ചൂടാവുമ്പോ ഉപ്പ, എപ്പോഴും സ്നേഹിക്കുന്ന ഉപ്പ ഒരു ചെറിയ മോനോട് ചൂടായാൽ ആ മോന് പെട്ടെന്ന് സങ്കടാവും. പിന്നെ മോൻ ഉപ്പാട് ചൊടിക്കും, കരയും. ഉമ്മാന്റെ അടുത്ത് പോവും. എന്തിനു ഉറക്ക പറയും ഉമ്മാന്റെ അടുത്തുനിന്ന്, ഞാൻ ഉപ്പാനോട് മുണ്ടൂല, ഞാൻ ഉപ്പാനോട് അരസായിരുന്നു പറയും. അപ്പൊ ഉപ്പ ഒരു ഐഡിയ എടുക്കലുണ്ട്, ഈ കുട്ടീനെ മെല്ലെ അടുപ്പാക്കാൻ. എന്താ ചെയ്യാ? ഉപ്പ മെല്ലെ വന്നിട്ട് ഉമ്മാന്റെ അടുത്ത് നിന്നിട്ട് പറയും, ഞാൻ എൻ്റെ മോനെ തല്ലിയിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, എന്നാലും ചോദിക്കൂ, ഞാൻ എൻ്റെ മോനെ തല്ലോ, ഞാൻ എൻ്റെ മോനെ ശകാരിക്കോ, ഞാൻ എൻ്റെ മോനോട് ചൂടാവോ? ചിലപ്പോ വലിയ ജ്യേഷ്ഠനുണ്ടാവും, ഓനെ കുറെ ചീത്ത പറയും ഇവന് സമാധാനം കിട്ടാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ, ഒരു ചെറിയ ഓമനത്തമുള്ള കുട്ടിയോട് സ്നേഹമുള്ള വാപ്പ കാണിക്കുന്ന വാത്സല്യമാണ് പടച്ച റബ്ബ് ഹബീബായ നബി തങ്ങളോട് കാണിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ശരിക്കും ഈ സൂറത്ത് അങ്ങ് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. എന്താണ് അല്ലാഹ് പറയുന്നത്? നബിയേ, അങ്ങയെ ഉപേക്ഷിക്കൂല നബിയേ. എന്നിട്ട് രണ്ടാമത് അല്ലാഹ് പറയാണ്, വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. തങ്ങൾ എന്തിനാണ് ഖിന്നനാകുന്നത്? തങ്ങൾക്ക് എന്തിനാണ് സങ്കടം വരുന്നത്? വലൽ ആഖിറതു, ഇനി ശേഷം വരാൻ പോകുന്ന കാലം മുഴുവനും ഖൈറുൽ ലക, തങ്ങൾക്ക് ഹാപ്പിയാണ്, മിനൽ ഊലാ, കഴിഞ്ഞ കാലത്തേക്കാൾ ഹാപ്പിയാണ് നബിയെ. ഇനി ഇത്രത്തോളം സങ്കടം വരൂല നബിയെ, ഇനി അത്രത്തോളം ത്യാഗം വേണ്ട നബിയെ, ഇനി അത്രത്തോളം ഇടങ്ങേറ് അനുഭവിക്കൂല നബിയെ. ഇപ്പൊ തങ്ങൾക്ക് ചെറിയ സങ്കടമായി അല്ലേ, ഇനി സങ്കടമില്ല നബിയെ, ഇനി ടെൻഷന് തരൂല നബിയെ. ഇതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്, ഞാൻ അതിലൊന്ന് ഇൻഷാ അല്ലാഹ് പറയും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി തങ്ങൾക്ക് റാഹത്താണ് നബിയെ. പറയുന്നതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഏതുപോലെ ഈ കുട്ടീനെ മെല്ലെ വിളിച്ചിട്ട് പറയും, ഏയ് ഞാൻ നിന്നൊന്നും ആക്കിയില്ലല്ലോ, വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ഞാൻ നിന്നെ ബീച്ചിലേക്ക് കൊണ്ടുപോകും, പണമ്പൂർ ബീച്ചിലേക്ക്. കൊണ്ടുപോകണം എന്നല്ലേ പറഞ്ഞത്? ഇവിടെ അടുത്ത ബീച്ച് ഏതാന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നിന്നെ ഞാൻ സിറ്റി സെന്റർ കാണിക്കാൻ കൊണ്ടുപോകും. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. തങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുക? നോ ടെൻഷൻ, തങ്ങൾ ഫ്രീ ആ, ബി ഹാപ്പി. സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി തങ്ങൾക്ക് മുഴുവൻ റാഹത്താണ്. എന്നാലും കുറച്ചൊക്കെ ഇടങ്ങേറുള്ള കുരുത്തക്കേടുള്ള കുട്ടിയാണെങ്കിൽ നാക്കും, ഞാൻ മുണ്ടൂല എന്ന് പറയും. ഉപ്പാനോട് ഞാൻ മുണ്ടൂല. ഇങ്ങനെ എവിടൊക്കെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ എന്താണ് വാപ്പ ചെയ്യുന്നത്? പിന്നെ വാപ്പ ഓനോട് ചോദിക്കും, കുഞ്ഞുമോനെ നിനക്കെന്താ വേണ്ടത്? നീ എന്ത് വേണമെങ്കിൽ ചോദിച്ചോ, നിനക്ക് വേണ്ടത് ചോദിച്ചോ. നിനക്ക് കിൻഡൽ ജോയ് വേണോ? തരാം. നിനക്ക് മഞ്ച് വേണോ? തരാം. നിനക്ക് ഗെയിം വേണോ? തരാം. ഒരു ഉപ്പ ഇങ്ങനെ കുട്ടീനോട് ചോദിക്കോലോ, നിനക്ക് എന്താ വേണ്ടത്? ഞാൻ തരാം എന്ന് പറയുന്നത് പോലെ അള്ളാന്റെ ഹബീബിനോട് പറയുകയാണ്, ഉറക്കെ സലാത്ത് ചൊല്ലണേ. അള്ളാന്റെ ഹബീബിനോട് പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു കുട്ടിനോട് പറയുന്നത് പോലെ, വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. എന്താണ് എൻ്റെ ഹബീബിന് വേണ്ടത് നബിയെ? എൻ്റെ ഹബീബിന് എന്ത് തന്നാലാണ് തൃപ്തി വരുന്നത് നബിയെ?
ഞാൻ എന്ത് തങ്ങൾക്ക് സമ്മാനിച്ചാലാണ് അങ്ങേക്ക് റാഹത്ത് വരുന്നത് നബിയേ? വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ ഖാലല്ലാഹു അസ്സ വജൽ. ചോദിച്ചോളൂ നബിയേ, തരാൻ ഞാൻ റെഡിയാണ് നബിയേ. ഒരു കുട്ടിനോട് വാപ്പ പറയുന്നത് പോലെ അള്ളാന്റെ ഹബീബിനോട് പറയുകയാണ്. അപ്പൊ എന്തായിരിക്കും റസൂലുള്ള ചോദിച്ചത്? ഇത് വേറെ ഒരു വിഷയമാണ്. അപ്പൊ റസൂലുള്ള പറഞ്ഞെന്താണെന്നറിയോ? നമ്മുടെയൊക്കെ മനസ്സിൽ തറക്കേണ്ട മറുപടിയാണ്. ലോകത്തിന്റെ നേതാവ്, ഈ സമുദായത്തിന്റെ നേതാവ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജിബ്രീലിനോട് പറഞ്ഞയക്കുകയാണ്, എന്നോട് എന്റെ തൃപ്തി എന്താണ് എന്നാണ് അല്ലാഹ് ചോദിച്ചിട്ടുള്ളത്. എന്റെ മറുപടി ജിബ്രീൽ, ലാ അർളാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. എന്റെ തൃപ്തി എവിടെയാണെന്നറിയുമോ ജിബ്രീലേ? എന്റെ തൃപ്തി എവിടെയാണെന്നറിയുമോ ജിബ്രീൽ? എന്റെ തൃപ്തി എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാള് പോലും നരകത്തിൽ കടക്കുന്നത് എനിക്കിഷ്ടമല്ല. സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദ് മുസ്തഫ. ഒട്ടകം ചോദിച്ചോ നബി? ഉറക്കെ പറഞ്ഞേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ ആക്ഷേപിച്ച പെണ്ണിനെതിരെ അധിക്ഷേപം നടത്തണമെന്ന് പറഞ്ഞോ മുത്തുനബി? എനിക്കെതിരെ കല്ലെറിഞ്ഞവർക്കെതിരെ പ്രതികരിക്കണമെന്ന് പറഞ്ഞോ മുത്തുനബി? ഇല്ല. എന്നെ ഒരുപാട് വേദനിച്ച സമുദായത്തിന്റെ മുമ്പിൽ എന്നെ രാജാവാക്കി അധികാരത്തിന്റെ ചെങ്കോല് തരണമെന്ന് പറഞ്ഞു. ഈ ലോകത്ത് ആത്മധൈര്യം പകർന്ന പരിത്യാഗത്തിന്റെ പര്യായമായ കരുണയുടെ കടലായ സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഉത്തരം, ചോദിച്ച ചോദ്യം എന്തുവാ? ലാ അർളാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. ജിബ്രീൽ പറഞ്ഞേക്ക് എന്റെ റബ്ബിനോട്, എന്റെ തൃപ്തിയാണോ വേണ്ടത്? എനിക്ക് റാഹത്ത് വേണമെങ്കിൽ എത്ര എന്നെ ആശ്വസിപ്പിച്ചിട്ടും കാര്യമില്ല, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാള് പോലും നരകത്തിൽ കടക്കരുതേ. സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മെ കുറിച്ചാണ് മുത്തുനബി ആലോചിക്കുന്നത്, നമ്മെ പറ്റിയാണ് ഹബീബ് ചിന്തിച്ചത്. ഞാൻ അതിലേക്ക് വിശാലമായി പറയുന്നില്ല. എന്നിട്ട് അല്ലാഹ് ഇങ്ങനെ റസൂലുള്ളാഹിനെ വല്ലാതെ പുകഴ്ത്തി എന്ന് പറയുകയാണ്. ഏതുപോലെ എന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുട്ടിനോട് ഇപ്പൊ എന്താ പറഞ്ഞത്? ഇനി നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പോഴും കുട്ടി റെഡിയായില്ലെങ്കിൽ പിന്നെ വാപ്പ എന്താ ചെയ്യാ? പിന്നെ മൂന്നാമത്തെ അടവെടുക്കും. വാപ്പ പറയും, എടാ മിനിയാന്ന് നിനക്ക് പുതിയ ഡ്രസ്സ് വാങ്ങി തന്നതാരാ? അതുപ്പന്നെ. നിന്നെ മിനിയാന്ന് ടൗണിൽ കൊണ്ടുപോയി നിനക്ക് അൽഫാം വാങ്ങി തന്നതാരാ? അതുപ്പന്നെ. 65 വാങ്ങി തന്നതാരാ? ഉപ്പന്നെ. നിനക്ക് നല്ല ഗാലക്സിയുടെ ടാബ് വാങ്ങി തന്നതാരാ? അത് ഉപ്പന്നെ. അപ്പൊ കുട്ടിക്ക് കുറച്ചും കൂടി ആശ്വാസം കിട്ടാൻ ഒരു ഉപ്പ കാണിക്കുന്ന കുസൃതി അള്ളാന്റെ ഹബീബിനോട് പറയാണ്. എന്താണ് പറയുന്നത്? വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ ووجدك ضالا فهدى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى. ഈ 3 ആയത്ത് റസൂലുള്ളാഹിനോട് പറയുന്ന സന്തോഷമാ. അലം യജിദിക യതീമൻ ഫആവാ. നബിയേ, ഇവര് ബഡ്കൂസുകൾ പറഞ്ഞോട്ടെ, ഇവര് ബഡ്കൂസുകൾ ആക്ഷേപിച്ചോട്ടെ, ഇവര് ബഡ്കൂസുകൾ മുത്തുനബിയെ പറ്റി എന്തു പറഞ്ഞാലും ശരി, ഞാൻ തങ്ങളെ ഒഴിവാക്കൂല. എന്തേ കാരണം? അലം യജിദിക യതീമൻ ഫആവാ. തങ്ങളെ യതീമായിരുന്നില്ലേ? തങ്ങൾ അനാഥമായ സമയത്ത് ആരാണ് നബിയെ അങ്ങേക്ക് അഭയം നൽകിയത്? ആരാണ് അങ്ങേക്ക് അഭയം നൽകിയത്? ആരാണ് അങ്ങേക്ക് പ്രൊട്ടക്ഷൻ നൽകിയത്? അത് ഞാനല്ലേ നബിയെ? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ
തങ്ങളെ തീമായപ്പോ തങ്ങളെ സംരക്ഷിച്ചതാരാ? അപ്പൊ റസൂലുള്ളാഹിക്ക് കുറച്ചുകൂടി ഇന്റെ റബ്ബ് അങ്ങനെയല്ല ആക്കിയ റബ്ബ, എന്നെ ഒഴിവാക്കൂല, ഓര് പറഞ്ഞോട്ടെ മനസ്സിൽ ഇങ്ങനെ വരും. അല്ലാഹു ആ ഹബീബിന്റെ ആശിഖീങ്ങളിൽ നമ്മെ പെടുത്തി തരട്ടെ, അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ നമ്മെ പെടുത്തി തരട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതാരാ? ഉടമയായ അള്ളാന്റെ കീഴിലുള്ള ഹബീബിനെ സമാധാനിപ്പിക്കാൻ അള്ളാന്റെ ഒരു ആവശ്യം, അള്ളാന്റെ ഒരു ആവേശം നോക്കൂ നിങ്ങൾ. എന്റെ ഹബീബിന് ഒരു ഇത്തിരി പോലും ദുഃഖം ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കുകയാണ് ആര്? അള്ളാഹു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അലം യജിദിക യതീമൻ ഫആവാ. തീർന്നില്ല, അതൊക്കെ ഒരുപാട് പറയേണ്ടതാണ്. ഞാൻ പെട്ടെന്ന് തന്നെ മറ്റതിലേക്ക് വരുന്നു. അലം യജിദിക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ളാല്ലൻ ഫഹദാ. നബിയേ, അങ്ങയെ ഏറ്റവും നല്ല സന്മാർഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടയാളാക്കി മാറ്റിയത് ഞാനല്ലേ നബിയേ? ഇതിന് പല അർത്ഥമുണ്ട്, മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം റസൂലുള്ള ഇങ്ങനെ നടന്നു പോകുമ്പോ ചെറിയ കുട്ടിയായ മുത്തുനബിയാണ്. അള്ളാന്റെ ഹബീബിന് പ്രായപൂർത്തിയായിട്ടില്ല. ചെറിയ പ്രായമുള്ള സമയത്ത് റസൂലുള്ള നടന്നു പോകുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വഴി കൺഫ്യൂഷൻ വന്നു. റസൂലുള്ള വഴിയുടെ ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ആര് വരുന്നത്? അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി വരുന്നത്. അബൂജഹൽ ഇങ്ങനെ കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ വരുമ്പോ മുഹമ്മദ്, ഞങ്ങളെ അബ്ദുള്ളാന്റെ മകനതാ നിൽക്കുന്നു. ഉടൻ തന്നെ അബൂജഹൽ ചോദിച്ചു, മോനെ, പൊന്നുമോൻ, എന്തിനാണ് ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നത്? ഇത് ചെറിയ കുട്ടിയായ മുഹമ്മദ് മുസ്തഫയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കുഞ്ഞുമോനെ നീ ഇവിടെ നിൽക്കുന്നത്? അപ്പ റസൂലുള്ള പറഞ്ഞു, എനിക്ക് വഴിയിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആലോചിച്ചു നോക്കൂ, ശത്രുവിന്റെ നേതാവാകാൻ പോകുന്നയാളാണ്. പക്ഷെ അള്ളാന്റെ ഒരു കുതിരത്ത് നിങ്ങൾ ആലോചിക്കണം. ഉടൻ തന്നെ അബൂജഹൽ പറയാണ്, മോനെ, ഞാൻ വേറെ ഒരു വഴിക്ക് പോകാൻ ഒരുങ്ങിയതാണ്. പക്ഷേ എൻ്റെ അബ്ദുള്ളാന്റെ പൊന്നുമകൻ വഴിയിൽ ഇങ്ങനെ കൺഫ്യൂഷനായി നിൽക്കുന്നത് കാണുമ്പോ നിന്റെ വല്യപ്പാന്റെ അരികിലേക്ക് കൊണ്ടുപോയി ആക്കിയിട്ടല്ലാതെ ഞാൻ എൻ്റെ യാത്ര തുടങ്ങൂല, ഞാൻ എൻ്റെ യാത്ര കണ്ടിന്യൂ ചെയ്യൂല. മോൻ വേഗം എൻ്റെ കുതിരപ്പുറത്ത് കയറൂ. അബൂജഹൽ റസൂലുള്ളാനെ കുതിരപ്പുറത്ത് കയറ്റുകയാണ്. അബൂജഹലിന്റെ പിന്നിൽ റസൂലുള്ളാനെ ഇരുത്തുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹൽ കുതിരയോട് പോകാൻ ആവശ്യപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, കുതിര അനങ്ങുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും കുതിര പോകുന്നില്ല. ഇതെന്താ, എയർ കുടുങ്ങിയതാ? അല്ല. പെട്രോൾ തീർന്നതാ? അല്ല. ഒന്നുമല്ല, കുതിര പോണെന്നല്ല. അബൂജഹല് കുറെ ശ്രമിച്ചു, നല്ലവണ്ണം ശക്തമായി പ്രഹരിക്കാൻ തുടങ്ങി. വല്ലാതെ കുതിരയടിക്കാൻ തുടങ്ങിയപ്പോൾ മുഅ്മിനീങ്ങളെ, ഇത് അത്ഭുതത്തിന്റെ അത്ഭുതമാണ്. ലോകത്തെ വിസ്മയത്തിന്റെ ചരിത്രമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹൽ കുതിരയെ വല്ലാതെ പ്രഹരിക്കാൻ തുടങ്ങിയപ്പോൾ കുതിര സംസാരിക്കുകയാണ്. കുതിര പറയുന്നു, യാ അഹ്മഖ് വഹുവൽ ഇമാം കൈഫ യഖ്തദിൽ മുഖ്തദി. ഇരിക്കടാ അബൂജഹലെ ബാക്കില്. നീ ആരെ ബാക്കിലിരുത്തിയിട്ടാടാ എന്നോട് പോകാൻ പറയുന്നത്? അത് എൻ്റെ ഇമാമാണ്, അത് എൻ്റെ നേതാവാണ്. ഇരിക്കടാ അബൂജഹലെ ബാക്കില്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്.
ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. പറഞ്ഞു വരാനുള്ള കാരണം, അള്ളാന്റെ ഹബീബ് അറബി പയ്യനാണെന്ന് പറയുന്ന വൃത്തികെട്ടവന്മാർ ജീവിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. ഈ ചെറിയ മകന് വേണ്ടി വാദിക്കുന്നതാരാ? ഇത് മനുഷ്യനല്ല, ശേഷിയുള്ള ഒന്നുമല്ല, ഒരു കുതിരയാണ് പറയുന്നത്. ആ കുതിരക്ക് പോലും അറിയാം. പക്ഷേ സലഫി കുതിരകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കുതിര പറയാണ്, യാ അഹ്മഖ്. അങ്ങനെ തന്നെയാണ് മഹാന്മാർ എഴുതി വെച്ചത്. പടുജാഹിലേ, എന്റെ ഇമാമാണടായി നിൽക്കുന്നത്, ഇരിക്കടാ ബാക്കില്, എന്റെ ഇമാമിനെ അങ്ങ് മുമ്പിലിരുത്തടാ, എന്നാലേ ഞാൻ പോകൂ